മുൻപ് കണ്ടതായി തോന്നിയിട്ടുണ്ടോ? നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുൻപ് എപ്പോഴെങ്കിലും നടന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അനുഭവിച്ചതായി തോന്നിയിട്ടുണ്ടോ? ഭൂരിഭാഗം ആൾക്കാർക്കും ഇത്തരം ഒരു അനുഭവം ഉണ്ടായിരിക്കും. കണക്കുകൾ പ്രകാരം 60% ആളുകൾക്കും ഇത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ദേജാവു എന്ന മനഃശാസ്ത്രപരമായ പ്രതിഭാസം. ദേജാവു എന്നത് ഒരു ഫ്രഞ്ച് പദമാണ്. 1876 എമിങ് ബോയറാങ് എന്ന ഫ്രഞ്ച് ഫിലോസഫറാണ് ഫിലോസഫി ഓഫ് ഫ്യൂച്ചർ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ ഓൾറെഡി സീൻ അല്ലെങ്കിൽ മുന്നേ കണ്ടിരുന്നു എന്നർത്ഥം വരുന്ന ഈ ദേജാവു എന്ന പദം ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ശാസ്ത്രലോകം ദേജാവുവിനെ പറ്റി പലതരത്തിലുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഇത്തരമൊരു പ്രതിഭാസം നടക്കുന്നതെന്ന് കൃത്യമായി പറയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ട പല ആക്ടിവിറ്റീസ് മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ മൂലമാണ് ഈ ദേജാവു ഉണ്ടാകുന്നതെന്നാണ് ഇതുവരെ കണക്കാക്കപ്പെടുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടത് ടെമ്പറൽ ലോബ് എപ്പിലെപ്സിയാണ്. ഇതുമൂലം തലച്ചോറിൻ്റെ ടെമ്പറൽ ലോബിൽ സിഗ്നൽസിന് സർജ് ഉണ്ടാകുമ്പോൾ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറി സ്റ്റോർ ചെയ്യുന്നത് തലച്ചോറിൻ്റെ ഹിപ്പോകാമ്പസ് എന്ന ഭാഗത്തും ലോങ് ടൈം മെമ്മറി സ്റ്റോർ ചെയ്യുന്നത് തലച്ചോറിൻ്റെ സെറിബൽ കോർട്ടെക്സിലുമാണ്. ഇവ തമ്മിലുണ്ടാകുന്ന മിക്സ് മാച്ച് മൂലവും ഇത്തരമൊരു അനുഭവം ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. നമ്മുടെ തലച്ചോറെന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ദൈർഘ്യമേറിയ അനുഭവങ്ങളെ ഓർമ്മകളിലേക്ക് മാറ്റുമ്പോൾ ചിലപ്പോൾ ആ പ്രോസസ്സിങ്ങിൽ എറർ സംഭവിക്കാം. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് പുതിയൊരു അനുഭവം പഴയ അനുഭവമായിട്ട് തെറ്റായി തിരിച്ചറിയപ്പെടുകയാണ്. അതുപോലെ നമ്മുടെ തലച്ചോറ് കുറച്ച് മിനിറ്റുകൾ വൈകി ഇൻഫർമേഷൻ എത്തുന്നതും ഒരു കാരണമാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, നമ്മുടെ കണ്ണിൽ നിന്ന് ഇൻഫർമേഷൻ ബ്രെയിനിലെത്തുമ്പോഴാണ് നമ്മളൊരു വസ്തുവിനെ കാണുന്നത്. ഇതേ കാര്യം ഒരു കണ്ണിൽ നിന്നുള്ള ഇൻഫർമേഷൻ മാത്രം തലച്ചോറിലെത്തുകയും മറ്റേ കണ്ണിൽ നിന്നുള്ള ഇൻഫർമേഷൻ കുറച്ച് മിനിറ്റ് വൈകി തലച്ചോറിലെത്തുകയും ചെയ്യുന്നു. ഈ ഒരു സമയം ഒരേ ഇൻഫർമേഷൻ തന്നെ തലച്ചോറ് ഒന്നിലധികം പ്രാവശ്യം പ്രോസസ്സ് ചെയ്യുന്നു. ഇത് പുതിയൊരനുഭവം ഓൾറെഡി നമുക്ക് അറിയുന്നൊരു അനുഭവമായിട്ട് തോന്നാൻ ഇടയാക്കുന്നു. നമ്മൾ മുൻപ് കണ്ട സന്ദർഭങ്ങളുമായി സാമ്യമുള്ള കാഴ്ചകളോ സംഭവങ്ങളോ ഉണ്ടായാൽ തലച്ചോറ് അതിനെ പഴയ ഓർമ്മകളുമായി ബന്ധിപ്പിച്ച് ദേജാവു എന്ന അനുഭവം സൃഷ്ടിക്കുന്നു. ദേജാവു ആക്ച്വലി ഒരു തോന്നൽ തന്നെയാണ്. പക്ഷേ ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അനുഭവമാണ്. പലതരത്തിലുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് വഴിയും നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെ കൂടുതൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് വഴിയെല്ലാം ദേജാവു അനുഭവങ്ങൾ ഉണ്ടാവാം. ദേജാവു ഒരൊറ്റ തവണ മാത്രം ഉണ്ടാകുന്ന ഒരു അനുഭവമല്ല. ഇത് പല ദിവസങ്ങളിലും ഇത് റിപ്പീറ്റ് ചെയ്യപ്പെടാം. എന്നെ സംബന്ധിച്ചിടത്തോളം ദേജാവു അനുഭവം ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പലർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങളുടെ ദേജാവു അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുകയും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.